പ്രാപിക്കുന്നത് വർഷകാലമെന്നോ ശീതകാലമെന്നോ നോക്കാതെ എങ്ങനെ എത്രയോ അകലെയും പോയി ദൈവത്തെ ആരാധിച്ച് ഒരാത്മീയ സന്തോഷം പ്രാപിക്കുന്നതാണ്. അല്ലാതെ ഇന്നത്തെ അന്തരീക്ഷം പോലെ എങ്ങനെയെങ്കിലും ഭൗതികമായി സമ്പാദിച്ച് ഏറ്റവും ഉന്നതനെന്ന് അറിയിക്കുവാനുള്ള അവസ്ഥയല്ലായിരുന്നു അന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയില് എന്നെ സന്തോഷിപ്പിച്ചതായ 56-ാം സങ്കീർത്തനത്തിൽ ചില വാക്യങ്ങളാണ് എന്നെ സന്തോഷിപ്പിച്ചത്. അതനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇരുന്നുകൊള്ളാം. ദിവസങ്ങളായിട്ട് എനിക്ക് അല്പം ശാരീരികമായ ക്ഷീണമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം എന്നെ ഏറ്റവും ശക്തീകരിപ്പാൻ ആത്മാവിൽ ബലപ്പെട്ട് ദൈവിക ദൂത ദൈവ ദർശനങ്ങളോട് വെളിപ്പാടുകളോട് സംസാരിക്കാൻ തക്കണം. ദൈവമക്കൾ ഇവിടെ കുറച്ച് പേരേ ഉള്ളെങ്കിൽ ഇവിടെ കുറച്ച് പേര് കൂടുന്നതിന് ഉദ്ദേശമുണ്ട്. ആരംഭകാലത്തെ പോലെ ഒരു അനുഗ്രഹം ദൈവമേ ഞങ്ങൾക്ക് ഇവിടെ തരയണം. ഇവിടെ രോഗികൾ സൗഖ്യമാകണം, ഇവിടെ ദുഃഖിതർക്ക് ആശ്വാസം ഉണ്ടാകണം, ഇവിടെ സമാധാനമുള്ളവർക്ക് സമാധാനം ഉണ്ടാകണം. ദൈവത്തിന്റെ പദം ശരിയായിട്ട് പറഞ്ഞു കൊടുക്കണം, അത് പഠിക്കണം. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും അങ്ങനെയുള്ളവരെ കൂട്ടിച്ചേർത്ത് വലിയ വേല നടക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിൻ്റെ കൃപയും കൃപാവരങ്ങളും എല്ലാം ദൈവം തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ ആവശ്യമായ ശക്തി കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ സന്തോഷിപ്പിച്ച വേദഭാഗം 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് എന്നെ സഹായിച്ചാൽ കൊള്ളാം. നീ എൻ്റെ ഉയർച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നീ എൻ്റെ വായിച്ചാൽ മതി. വേറെ അതിന്റെ 3-ാം വാക്യം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അത് 13-ാം വാക്യം, ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ആ 3 വാക്യവും ശ്രദ്ധിച്ച് പഠിക്കേണ്ട. വിശേഷം ഞാൻ ഈ 8-ാം വാക്യം എടുത്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റേ 2 വാക്യം നമ്മൾ ശ്രദ്ധിച്ചിരിന്നാൽ മതി. നീ എൻ്റെ ഉഴർച്ചകളെ എണ്ണുന്നു. അടുത്തത്, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. അടുത്തത്, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നമ്മൾ ഉലക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ ഓരോരുത്തരെയും ദൈവം തന്റെ പുസ്തകത്തിൽ പേരെഴുതി വച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഓരോ വിഷയത്തിന്റെ മുൻപിലും ആമേൻ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് ചോദിക്കുമാറ് ഭക്തന് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ഈ വാക്യം എൻ്റെ ഉഴൽച്ചകളെ നീണ്ടുന്നു. അപ്പോൾ അതിന് കണ്ണുനീരിൻ്റെ അനുഭവമാണ്. കണ്ണുനീരിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ അനുഭവത്തിലെ കണ്ണുനീര് വന്നിട്ടുണ്ട്. കണ്ണുനീര് വരാത്തവരാരുമില്ല. പക്ഷേ ദൈവം അതിൽ നിന്നൊക്കെ നമ്മളെ നെക്കുപോക്ക് തരുന്നുണ്ട്. തരുന്നതിനൊക്കെ ഓരോ കാലാവധി ഉണ്ട്, ഓരോ സമയമുണ്ട്. എല്ലാവരുടെയും കണ്ണുനീര് ദൈവം കാണുന്ന ദൈവമാണ്. ഒരു വ്യക്തിയുടെ പോലും കണ്ണുനീര് ദൈവം കാണാതെ മാറിപ്പോകത്തില്ല. പക്ഷെ നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, നമ്മുടെ പരിധിയല്ല ദൈവത്തിൻ്റെ അളവ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് ഈ വാക്യം ആമേൻ ദൈവമേ നീ എൻ്റെ ഉടർച്ചകൾ എണ്ണുന്നുണ്ടല്ലോ, എൻ്റെ ദൈവമേ നീ എൻ്റെ കണ്ണുനീര് കാണുന്നുണ്ടല്ലോ, അവെല്ലാം നിന്റെ പുസ്തകത്തിലുണ്ടല്ലോ, ഒന്നും മറന്നു പോകുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇതിനെ സംബന്ധിച്ച് നമുക്ക് അതെ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. കണ്ണുനീരിന്റെ കാര്യം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി 21-ന്റെ 17, 16-17. അവൾ പോയി അവന് എനിക്ക് ഒരു അമ്പിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കക്കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട,
ഷീബ നിലവിളിയുടെ വിഷയം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഹാഗാർ കുട്ടിയുടെ മരണം കാണാതിരിക്കാൻ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കുട്ടി പ്രായമുള്ള ഒരു 10-16 വയസ്സ് കാണും, കൊച്ചു കുട്ടിയൊന്നുമല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രായമായ കുട്ടിയാ. ആ കുട്ടി പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാമോ? അവൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഇച്ചിരി വെള്ളം കുടിക്കാൻ. കർത്താവിന് സ്തോത്രം. മറ്റേ അമ്മയ്ക്ക് ഈ മരണം കാണാമെന്നുള്ള ദുഃഖം, അത് എനിക്ക് കാണാൻ വയ്യായ ദൈവമേ എന്ന് പറഞ്ഞ് കരയുന്നു. കുട്ടിയോ ഹല്ലേലൂയ, എൻ്റെ ദൈവമേ എനിക്ക് ഇച്ചിരി വെള്ളം കുടിച്ചില്ല, ഇപ്പം ഞാൻ മരിച്ചു പോകുമേ എന്നും പറഞ്ഞു കരയുന്നു. സർവശക്തനായ ദൈവം ആരുടെ പ്രാർത്ഥനയെ കേട്ടത്? അമ്മയും മോനും പ്രാർത്ഥിച്ചു. ആരുടെ പ്രാർത്ഥനയെ കേട്ടത്? ബാലന്റെ പ്രാർത്ഥന കേട്ടു. ഷീബ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും അതുപോലെ ഒക്കത്തില്ല. ബാലന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആളുകളുടെ പെരുപ്പത്തിലല്ല, ആത്മാക്കളുടെ ഒരുക്കത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യ ഉണ്ട്. അങ്ങനെ അവരവിടെ ഹാഗാറിന്റെ നിലവിളി കേട്ടു, ബാലന്റെ നിലവിളി കേട്ടു, ഉത്തരമരളി. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തതായിട്ട് നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ, ഹന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹന്ന 2 വിഷയത്തിലാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ഒന്ന്, മക്കളില്ലാഞ്ഞ ഒരു മകനെ ഒരു മക്കളില്ലാഞ്ഞുള്ള കരച്ചിൽ. പിന്നെ വേറൊരു കരച്ചിൽ എന്തിനാണെന്നറിയാമോ? ആർക്കെങ്കിലും പറയും വേറെ കാര്യം എന്തിനാ എന്നാ? ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ എന്ത് ചെയ്യൊരു സ്വഭാവമാണ് ചോദിക്കാൻ. പ്രൈസലോട് സമയമാകുമ്പോൾ 15 സമയമാകുമ്പോൾ ഞാൻ എന്ന് അങ്ങ് ഒരു സ്തോത്രം പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. പകുതിയായാലും ഞാൻ അങ്ങ് നിർത്തിക്കോളാം. പിന്നെ പെരിനായുടെ മുഷിപ്പീര സഹിക്കാൻ വയ്യ. മക്കളിലെ എങ്ങനെ നമുക്ക് സഹിക്കാം? എല്ലാം പിന്നെ ഇതുപോലെ വർഷാന്തര യോഗത്തിന് പോകുമ്പോഴും ഇവൾ കുറെ മക്കളെ പറക്കുകയും വലിയ സന്തോഷത്തോട് ആഡംബരത്തോടു കൂടി പോകുന്നു. മക്കളെ ഒരുക്കുന്നതൊക്കെ അമ്മമാർക്ക് വലിയ സന്തോഷമാണ്. അപ്പം അവരെ ഒരുക്കിയൊക്കെ സന്തോഷത്തോട് കൊണ്ടുപോകുമ്പോൾ അമ്മേൻ ഈ പാവപ്പെട്ട അനങ്ങാതങ്ങ് പോകാൻ സമ്മതിക്കും. എന്തേടി നിന്റെ മക്കൾ, നിന്റെ സ്വഭാവമാണ്, നിനക്കത് സംഭവിക്കണം എന്നും പറഞ്ഞ് ഒത്തിരിയേറെ അവളെ മുഷിപ്പിക്കുന്നു. മക്കളില്ലാത്തതിനേക്കാൾ മുഷിവ് അമ്മേൻ ഹന്ന അനുഭവിച്ചു. പിന്നെ അടുത്ത ഒരു വിഷമം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ പുരോഹിതന് കണ്ണു മങ്ങിപ്പോവനാണ്. യാതൊരു ആത്മീയ വെളിച്ചം ഇല്ലാത്തവര് നോക്കിയപ്പോ എന്തുവാ, ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധി കരഞ്ഞുകൊണ്ടിരുന്നതായ ഹന്ന ലഹരി പിടിച്ചെന്ന് പറയല്ലേ. ലഹരി പിടിച്ച് കരയുക. നിന്റെ ലഹരി ഇറങ്ങട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ഈ കാലത്തും അങ്ങനെയാണ്. 2 വിധത്തിലുള്ള ശുശ്രൂഷക്കാരുണ്ട്. ആത്മീക ശുശ്രൂഷക്കാര്, അത് ആത്മീകത്തിന്റെ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാകും, നമുക്ക് ജീവൻ ഉണ്ടാകും, ചൈതന്യം ഉണ്ടാകും. മറ്റവരെ ഹല്ലേലൂയ ഈ കണ്ണ് കാണാതെ വചനം ദുർലഭമായിരിക്കുന്ന സമയത്തുള്ളവര് അങ്ങനെ ഏരിയ പോലുള്ളവർ പറഞ്ഞാല് നമുക്ക് കുറെ കൂടെ ദുഃഖമുണ്ടാക്കുന്നല്ലാതെ ആത്മീക വർധനമോ സന്തോഷമോ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവോടെ പ്രാർത്ഥന കേട്ടു. അവൾക്ക് ആശ്വാസം പകർന്നു. അവിടെ കണ്ണുനീര്, അവളുടെ ഉളർച്ചകള്, അവളുടെ കണ്ണുനീരെല്ലാം തുരുത്തിയിൽ വെച്ചത് അതെല്ലാം പുസ്തകത്തിൽ ദൈവം നോക്കി അനുഗ്രഹം പകർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചു. എല്ലാതും 11-ാം അധ്യായം മുഴുവൻ അത് തന്നെയാണെങ്കിലും അതിന്റെ പ്രധാന മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിൽ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിന് പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച് കർത്താവിന് അത് മതി. ഇതിനകത്ത് ഇവിടെ മറിയയുടെ കാര്യമാണ്. മറിയയും മാർത്തയും 2 സഹോദരിമാരുണ്ട്. പക്ഷേ ഒരാൾക്ക് ആത്മീയവും ഭൗതികവും കൂടെ വേണം. ഇല്ലാത്ത കാര്യം നടക്കുമോ? കുറേ കരുതി വെച്ചില്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യം
നോക്കണ്ടേ? ഏതായാലും മാർത്ത ചെയ്ത് തെറ്റൊന്നുമല്ല. മാർത്ത പരാതിയും പറഞ്ഞു കർത്താവിനോട്, നീ കണ്ടില്ലയോ, നിനക്കെല്ലാം അറിയാവുന്നവനല്ലേ, എന്നെ തന്നെയായിട്ട് കഷ്ടപ്പെടുന്നവനൊക്കെ ഒന്ന് കണ്ടുകൂടെ? ഹല്ലേലൂയ. അതിന്റെ മറുപടി കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളോട് ആരും അപഹരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു ദൂതായിട്ട് പറഞ്ഞാല് ഈ ലോകത്തിലെ കാര്യങ്ങൾ നോക്കി ഈ കാര്യങ്ങളെല്ലാം ചുറ്റുപാടെല്ലാം ക്രമീകരിച്ച് ജീവിച്ചാൽ ആമേൻ ക്ഷണ നേരത്തേക്കേ ഉള്ളൂ, ഞൊടി നേരത്തേക്കേ ഉള്ളൂ. ഇങ്ങനെ പാടുന്ന ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളോ എൻ്റെ അനവധി ഭാഗ്യമാതിൻ പദവിയല്ലോ. ചാടൂതിയിൽ വരും പ്രിയനാരാഞ്ഞോടിയിൽ തൻ്റെ അരികിൽ താൻ ഇരുത്തിടും മണിയറയിൽ എൻ്റെ കരച്ചിലും കണ്ണുനീർ താൻ തുടച്ചിടുമേ, തൻ്റെ കരങ്ങളിലെടുത്തെന്നെ ചുംബിച്ചിടുമേ. പ്രൈസലോട് പാടി നീട്ടുന്നില്ല. അങ്ങനെ ദൈവം നമ്പരാണ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി കഴിയുന്ന പോലല്ല. ആമേ ഇവിടെ ഉണ്മാനും യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്പ്പീൻ. ആമേ നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. ആമേ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ കണിയിലും കുടുക്കിലും ഒക്കെ പെട്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം ഈ ലോകത്തിന് അല്പസ്വല്പമൊക്കെ വേണം ജീവിക്കണം, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ നമ്മൾ ചിന്ത എന്തായിരിക്കണം? ആമേൻ. ദൈവം ഏതവസ്ഥയിൽ നമ്മളെ ആക്കിയാലും, നമ്മളെ ഒരു രോഗിയാക്കിയാലും, നമുക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയാക്കിയാലും, ആമേൻ, നമ്മളെ പട്ടിണിക്കാരാക്കിയാലും, ഏതവസ്ഥയിൽ കൂടെ നിന്നയും പരിഹാസവും അനുഭവിക്കേണ്ടവരാക്കിയാലും, എങ്ങനെയൊക്കെ നമ്മുടെ ലോകത്തിൽ ആർക്ക് തകർത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായാലും നമ്മുടെ അകത്തെ മനുഷ്യനോട് ഒരു ശക്തിക്ക് പറ്റിയില്ല. നമ്മുടെ ജഡത്തോട് മാത്രമേ ഈ ശക്തികൾക്ക് പോരാടാൻ സാധിക്കുകയുള്ളൂ. അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ജീവൻ എന്നൂടെ പറയാം. ജീവൻ നമ്മുടെ ഹാർട്ട്. ഹല്ലേലൂയ. അമ്മേൻ അതിനകത്താണല്ലോ രക്തം ഇരിക്കുന്നത്. ആ രക്തം പോയി കഴിഞ്ഞാൽ പിന്നെ ജീവനുണ്ടോ? അപ്പൊ ആ ജീവനും ഈ ഹാർട്ടും രണ്ടും, ഹാർട്ടിന് വേറൊരു പേര് പറഞ്ഞാൽ ജീവൻ എന്നാ. ആ ജീവനെ ആമേൻ വല്ല വിധേന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ മനസാക്ഷിയോടുകൂടി ദൈവം നമ്മെ സൃഷ്ടിച്ചാണ്. നമുക്ക് നല്ലൊരു മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷി പരിശുദ്ധ ആത്മാവും നമ്മുടെ ആത്മാവെല്ലാം നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ ഈ ലോകവും പിശാചും നമ്മുടെ ചേട്ടൻ നമ്മൾ ശത്രുവാണ്. നമ്മുടെ ചേട്ടൻ നമുക്ക് അനുകൂലമല്ല. ജഡവും അതിനോട് ചേർന്ന് മനസ്സും നിൽക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രായമുള്ളതൊക്കെ അറിയാം. എനിക്ക് പിള്ളേരോട് പറയും, പിള്ളേർ ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ അതോ എനിക്ക് മനസ്സില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ കൊച്ചിലേ കേട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. ഈ മനസ്സിന് സൗകര്യമില്ലെന്ന്. അത് പിശാചിന്റെ വകയാണ്. അത് അനുസരണക്കാട് കാണിക്കുന്ന പിശാചാണ്. പൈശാചിക ശക്തികളാണ്. ആത്മീയ നല്ല കാര്യം മാതാപിതാക്കന്മാർ പറയുമ്പം മനസ്സില്ല, എനിക്കിഷ്ടം പോലെ ഞാൻ പോവുക. അത് ഈ മനസ്സ് പറയുന്നതാണ്. ആ ലോകം, ജഡം, പിശാച്, അതിനോട് നമ്മൾ മനസ്സ് അങ്ങോട്ട് ചേരും. അപ്പോൾ ഇവിടെ മനസാക്ഷി അങ്ങ് ദുഃഖിച്ച് മനസാക്ഷി തഴമ്പിക്കുന്നവരാണ് ദുഷ്ടതയിലേക്ക് പോകുന്നത്. മനസാക്ഷി പറയും അരുതേ നീ പോകുന്നു, ഇല്ല ഞാൻ പോകും എന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ മനസാക്ഷി തഴമ്പിച്ചു പോകും. ആകയാൽ നമ്മളുടെ ജഡത്തോടും അവിടെ ഇങ്ങനെ പാടുന്നുണ്ട്. ഞാൻ പാട്ട് പാടി സമയം കളഞ്ഞില്ല. എനിക്കൊരു ഏക ശത്രുവുണ്ട്, അതെൻ്റെ ദേഹം. അതിൻ്റെ കൂട്ടായിട്ട് പിശാച്. എനിക്കൊരു നിത്യ സ്നേഹിതനുണ്ട്, എനിക്കായി മരിച്ച മൽപ്രിയകാന്തൻ. ഹല്ലേലൂയ. ഒരു ദൈവത്തെ സ്തുതിക്ക് വായ് തുറന്ന് ദൈവത്തെ വായ് തുറന്ന് സ്തുതിക്ക് എപ്പോഴാണ് ഇതിന്റെ പുറത്ത് കിടക്കുന്ന അറിയത്തില്ല. ഒരു പക്ഷേ ഈ അകത്തെ മനുഷ്യൻ അങ്ങ് ശക്തിപ്പെട്ട് സന്തോഷത്തിൽ അങ്ങ് നിറയുമ്പോൾ അപ്പോഴായിരിക്കും കർത്താവ് വരുന്നെങ്കിൽ ശിവ അനുഗ്രഹിക്കപ്പെട്ടവളല്ലേ. ഹല്ലേലൂയ. ഈ പുറത്തല്ലാണ് വെന്തോലും ആയിക്കോട്ടെ, അത് മുഴുവനുള്ളതാണ്. അല്ല നമുക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ധൈര്യത്തോടിരിക്കുക. കണ്ണുനീരിന് ഒരു കൂലിയുണ്ട്. കണ്ണുനീര് നമ്മുടെ, ഞാൻ രണ്ടുപേരുടെ കാര്യം പറഞ്ഞല്ലോ. ഹല്ലേലൂയ. സമയം
ഓക്കെ, ഇനി എനിക്ക് ഭർത്തലമായുടെ കാര്യം പറയാനുണ്ട്, കുരുടന്മാരുടെ നിലവിളിച്ചവരുടെ കാര്യം പറയാനുണ്ട്. വേറെ ഹല്ലേലൂയ, അതേ പട്ടണത്തിൽ വിധവകാരനും കരഞ്ഞു. ഒത്തിരി പേര് യായിറോസ് കരഞ്ഞ് അങ്ങനെ മകൾ ജീവിക്കുന്നു. അനേകരുടെ കരച്ചിലുണ്ട്. കരച്ചിൽ ദൈവം കേട്ടെങ്കിൽ അമ്മേ, നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും കരച്ചിൽ ദൈവം കേൾക്കാൻ ദൈവം അമ്മ എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട്. ഞാൻ ഒരു വാക്കോടെ പറയാം. ഒരു ആരംഭിക്കൂടെ, ക്ഷമിക്കണേ. യഹോവയായ ദൈവം ആമേൻ, ഞാൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. ആമേൻ. രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. ഞാൻ വേറൊരാളെ ഉപദേശിക്കാനല്ല പോകുന്നത്. കിടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, കിടക്കുമ്പോൾ അവരവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. അങ്ങനെ ഉപദേശിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ യഹോവയായ ദൈവം വരുന്നു. ദൈവമുണ്ട്. സങ്കീർത്തനം 16 കിടക്കുന്ന ഞാൻ പറയുന്നത്. ദൈവമുണ്ട്. യഹോവ എന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. പെട്ടെന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലത്ത് ഭാഗത്ത്, ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ എൻ്റെ കർത്താവ് വിടൂര ഭാഷാലഭ. പിന്നെ നമ്മൾ വിഷമിക്കുന്നത് നമ്മളെക്കാൾ ശക്തനും പരിശുദ്ധനും കഴിവുള്ളവനുമായ സർവ്വശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിന് സന്തോഷമുണ്ട്. 16 സങ്കീർത്തനം എടുത്ത് വായിച്ചു നോക്കൂ. ഹൃദയത്തിൽ സന്തോഷം, മനസ്സിന് ആനന്ദം. മാത്രമല്ല നമ്മുടെ ജഡം, നമ്മളെ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ജഡമുണ്ടല്ലോ, നിർഭയമായി വസിക്കും, ശാന്തമായിരിക്കും, അടങ്ങിയിരിക്കും. നമ്മളെ പലവിധമായ വിഷമത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ബലപ്പെടുക. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും മറ്റുള്ളവരെ പോലെ എനിക്ക് സാധ്യതയില്ലെങ്കിൽ ദൈവം വലിയൊരു പ്രതിഫലവും വലിയൊരു അനുഗ്രഹവും വെച്ചിട്ടുണ്ടെന്ന് കാണണം. അതിനുവേണ്ടി ബന്ധപ്പെട ഇനിയുള്ള ദിവസങ്ങളിൽ ഒട്ടും സമയം കളയാതെ അമ്മയും മോളും നമ്മളെല്ലാവരും ഞങ്ങൾ അതിൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ ധനമല്ല, വരുമാന ലോകത്തിൻ്റെ ധനം നമ്മൾ പ്രാപിക്കാം. സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഈ വചനങ്ങളാൽ എനിക്ക് പറയാൻ വളരെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.